ഹലോ എവരിവൺ, വെൽക്കം ടു ക്ലോവർ ടീച്ചേഴ്സ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കവി ശിവമംഗൾ സിംഗ് സുമൻജി എഴുതിയ ഹം പഞ്ചി ഉന്മുക്ത് ഗഗൻ കെ എന്ന കവിതയാണ്. തുറന്നു കിടക്കുന്ന ആകാശത്തിൽ, അതായത് സ്വതന്ത്രമായിട്ടുള്ള ആകാശത്തിൽ പറന്നു നടക്കുന്ന പക്ഷികളെ കൂട്ടിലടയ്ക്കുമ്പോൾ ആ പക്ഷികൾ എന്തൊക്കെയാണ് പറയുന്നത്, അതാണ് കവി ഇവിടെ വിവരിച്ചിരിക്കുന്നത്. പഞ്ചി എന്ന് പറഞ്ഞാൽ പക്ഷി, ഉന്മുക്ത് എന്ന് പറഞ്ഞാൽ ഖുല അല്ലെങ്കിൽ ബന്ധൻ രഹിത്, അതായത് ബന്ധിക്കപ്പെട്ടിട്ടില്ലാത്ത, തുറന്നു കിടക്കുന്ന. ഗഗൻ എന്ന് പറഞ്ഞാൽ ആകാശം. പക്ഷികൾക്ക് സ്വാതന്ത്ര്യം വേണം. അവർക്ക് ഈ തുറന്നു കിടക്കുന്ന, പരന്നു കിടക്കുന്ന ആകാശത്തിലൂടെ പറക്കണം. അവർ മനുഷ്യരോട് പറയുകയാണ്, ദയവ് ചെയ്ത് ഞങ്ങളെ ഈ അന്തമില്ലാത്ത ആകാശത്തിൽ പറക്കാൻ അനുവദിക്കണം, സ്വതന്ത്രരാക്കണം. സ്വാതന്ത്ര്യത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് പക്ഷികളിലൂടെ കവി നമുക്ക് മനസ്സിലാക്കി തരുന്നത്. हम पंछी उन्मुक्त गगन के पिंजर बद्ध न गा पाएंगे, कनक तीलियों से टकराकर पुलकित पंख टूट जाएंगे. हम पंछी उन्मुक्त गगन के, उन्मुक्त गगन के पंछी है हम, അതായത് खुले हुए आसमान के പക്ഷി है. തുറന്നു കിടക്കുന്ന, സ്വതന്ത്രമായി കിടക്കുന്ന ആകാശത്തിലെ പക്ഷികളാണ് ഞങ്ങൾ. പിഞ്ചർ ബദ്ദ് ന ഗാ പായെങ്കെ, ഹമേ പിഞ്ചരെ മേ ബന്ദ് കരേങ്കെ തോ ഹം നഹി ഗാ പായെങ്കെ, അതായത് ഞങ്ങളെ കൂട്ടിലടച്ചു വെച്ചാൽ ഞങ്ങൾക്ക് പാടാൻ കഴിയില്ല. കനക് തീലിയോ സെ ടക്കരാക്കർ പുലകിത് പങ്ക് ടൂട്ട് ജായെങ്കെ. കനക് തീലിയോ സെ, അതായത് കനക് തീലിയ എന്ന് പറഞ്ഞാൽ സ്വർണത്തിൻ്റെ കമ്പികൾ, സ്വർണത്തിൻ്റെ കമ്പികളുള്ള കൂടാണെങ്കിലും ആ കമ്പികൾ കൂട്ടിമുട്ടിയിട്ട്, ടക്രാക്കർ കൂട്ടിമുട്ടിയിട്ട്, പുലകിത് പങ്ക് ടൂട്ട് ജായെങ്കിൽ ഞങ്ങൾക്ക് ആനന്ദം നൽകുന്ന ഞങ്ങളുടെ ചിറക് പൊട്ടിപ്പോകും. പുലകിത് എന്ന് പറഞ്ഞാൽ ആനന്ദിത്, പ്രസന്നത, സെബര, ഞങ്ങളുടെ സന്തോഷം നൽകുന്ന ഞങ്ങളുടെ ചിറക്, കോമളമായ ചിറക് ഒടിഞ്ഞു പോകും. അതായത് കൂട്ടിലടച്ചാൽ ഞങ്ങൾ കൂട്ടിൽ നിന്ന് പറക്കാനായിട്ട് ശ്രമിക്കും. അപ്പോൾ ഞങ്ങൾക്ക് സന്തോഷം നൽകുന്ന ചിറക്, കോമളമായ ചിറക്, അതിൻ്റെ കമ്പികൾ തട്ടിയിട്ട്, സ്വർണത്തിൻ്റെ കമ്പികൾ തട്ടിയിട്ട് പൊട്ടിപ്പോകും അല്ലെങ്കിൽ ഒടിഞ്ഞു പോകും. പക്ഷികൾ എന്താണ് പറയുന്നത്? ഞങ്ങൾ പക്ഷികൾ തുറന്നു കിടക്കുന്ന, ബന്ധനമില്ലാത്ത, പരന്നു കിടക്കുന്ന ആകാശത്തിലൂടെ പറക്കുന്നവരാണ്. ഞങ്ങൾക്ക് കൂട്ടിലടയ്ക്കപ്പെട്ടതുകൊണ്ട് മധുരമായിട്ട് പാടാൻ കഴിയില്ല. അതായത് പക്ഷികൾക്ക് കളകള ശബ്ദം ഉണ്ടാക്കാൻ കഴിയില്ലെന്നാണ് പറയുന്നത്. ഞങ്ങളെ സ്വർണത്തിൻ്റെ കൂട്ടിലടച്ചാലും ഞങ്ങൾ പറക്കാൻ ശ്രമിക്കുമ്പോൾ ആ കൂടിൻ്റെ സ്വർണ്ണ കമ്പികൾ തട്ടിയിട്ട് ഞങ്ങളെ സന്തോഷിപ്പിക്കുന്ന കോമളമായ, ഞങ്ങളുടെ സോഫ്റ്റായിട്ടുള്ള ചിറക് ഒടിഞ്ഞു പോകും. നമുക്ക് ഭാവാർത്ഥം എങ്ങനെ എഴുതാം? പക്ഷി कहते हैं कि हम खुले आसमान में उड़ने वाले हैं, हम पिंजरे में बंद होकर खुशी से नहीं गा पाएंगे, खुशी से चहक नहीं पाएंगे, चाहे हमें सोने के पिंजरे में कैद रखो, जब हम पिंजरे में उड़ने की कोशिश करेंगे तो सोने की जड़ों से टकराकर हमें आनंदित करने वाले हमारे पंख टूट जाएंगे. ഇവിടെ കൂട് സ്വർണത്തിൻ്റെ കമ്പികൾ കൊണ്ടുണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെ സുഖസൗകര്യങ്ങളുണ്ടെങ്കിലും സ്വാതന്ത്ര്യമില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. എന്തൊക്കെ സുഖസൗകര്യങ്ങളുണ്ടെങ്കിലും ഞങ്ങളെ ഇങ്ങനെ കൂട്ടിലടച്ചു വയ്ക്കരുത് എന്നാണ് പക്ഷികൾ പറയുന്നത്. ഉന്മുക്ത് എന്ന് പറഞ്ഞാൽ ഖുലെ അല്ലെങ്കിൽ ബന്ധൻ രഹിത്, ബന്ധനമില്ലാത്ത, തുറന്നു കിടക്കുന്ന. പിഞ്ചർ ബദ് എന്ന് പറഞ്ഞാൽ പിഞ്ചരമേ ബന്ധ്, കൂട്ടിലടയ്ക്കപ്പെട്ട, കേജിൽ അടയ്ക്കപ്പെട്ട്. കനക് തീലിയ എന്ന് പറഞ്ഞാൽ സോനേക്കി ചഡോസ്, അതായത് സ്വർണത്തിൻ്റെ കമ്പികൾ കൊണ്ട്. പുളകിത് എന്ന് പറഞ്ഞാൽ ആനന്ദിത് അല്ലെങ്കിൽ പ്രസന്നദാസെ ഭരെ. ടക്രാക്കർ എന്ന് പറഞ്ഞാൽ കൂട്ടിയിടിച്ചിട്ട്. हम बहता जल पीने वाले मर जाएंगे भूखे प्यासे, कहीं भली है कटुक निबोरी कनक कटोरी की मैदा से. हम बहता जल पीने वाले, പക്ഷി कहते हैं हम बहता हुआ जल पीने वाले हैं, അതായത് ഞങ്ങൾ ഒഴുകുന്ന വെള്ളം കുടിക്കുന്നവരാണ്. അതായത് അരുവികളിലെയും നദികളിലെയും ഒക്കെ വെള്ളം കുടിക്കുന്നവരാണ് ഞങ്ങൾ. മർ ജായെങ്കെ ഭൂഖേ പ്യാസെ, ഞങ്ങൾ ഇങ്ങനെ കൂട്ടിലടച്ചു വെച്ചാൽ ഞങ്ങൾ മരിച്ചു പോകും. ഭൂഖേ പ്യാസെ എന്ന് പറഞ്ഞാൽ വിശപ്പും ദാഹവും കൊണ്ട് ഞങ്ങൾ മരിച്ചു പോകും. മർ ജായെങ്കെ, മരിച്ചു പോകും. കഹി ഭലീഹെ കട്ടുക് നിബോരി, കഹി ബലീഹെ കട്ടുക് നിബോരി എന്ന് പറഞ്ഞാൽ എത്രയോ നല്ലതാണ്. ബലീഹ എന്ന് പറഞ്ഞാൽ അച്ചീഹെ, കട്ടുക് നിബോരി, കട്ടുക്ക് എന്ന് പറഞ്ഞാൽ കൈപ്പേറിയ, കടുവി.
കൈപ്പേറിയ നിബോരി എന്ന് പറഞ്ഞാൽ നീം കാ ഫൽ, അതായത് വേപ്പിൻ്റെ കായ, വേപ്പിൻ്റെ ഫ്രൂട്ട്. അത് എത്രയോ കൈപ്പേറിയതാണ്, അത് എത്രയോ നല്ലതാണ്. എന്തിനേക്കാളും കനക് കട്ടോരി കീ മൈദാസെ. കനക് കട്ടോരി എന്ന് പറഞ്ഞാൽ സ്വർണത്തിൻ്റെ പാത്രം. സ്വർണത്തിൻ്റെ പാത്രത്തിൽ നൽകുന്ന പലഹാരത്തെക്കാളും, അതായത് മൈദ എന്ന് ഉദ്ദേശിക്കുന്നത് നല്ല സ്വാദിഷ്ടമായ ആഹാരം. സ്വർണത്തിൻ്റെ പാത്രത്തിൽ നൽകുന്ന സ്വാദിഷ്ടമായ ആഹാരത്തെക്കാളും അല്ലെങ്കിൽ മൈദയേക്കാളും എത്രയോ നല്ലതാണ് ഈ കൈപ്പേറിയ വേപ്പിൻ്റെ കായ എന്നാണ് പക്ഷികൾ പറയുന്നത്. അതായത് ഈ സ്വർണത്തിൻ്റെ കൂട്ടിൽ അടച്ചു വെച്ചുകൊണ്ട് സ്വർണത്തിൻ്റെ പാത്രത്തിൽ ഞങ്ങൾക്ക് എത്ര നല്ല ഭക്ഷണം തന്നാലും ഞങ്ങൾക്ക് ഇങ്ങനെ ആകാശത്തിൽ പറന്ന് നടക്കണം, എന്നിട്ട് കൈപ്പേറിയ വേപ്പിൻ്റെ കായ കഴിച്ചാലും ഞങ്ങൾക്ക് അതാണ് നല്ലത്. ഹം ബെഹത്ത ജൽ പീനെ വാലെ മർ ജായേങ്കെ ഭൂക്കെ പ്യാസെ. ഞങ്ങൾക്ക് നദികളിലെയും അരുവികളിലെയും ഒഴുകുന്ന വെള്ളം കുടിക്കാനാണ് ഇഷ്ടം. ഞങ്ങളെ കൂട്ടിലടച്ചാൽ വിശപ്പും ദാഹവും കൊണ്ട് ഞങ്ങൾ മരിച്ചു പോകും. കഹി ഭലി ഹെ കട്ടുക് നിബോരി കനക് കട്ടോരി കി മൈദാസെ. ഞങ്ങൾക്ക് സ്വതന്ത്രരായി ആ കയ്പുള്ള വേപ്പിൻ്റെ കായ ഭക്ഷിക്കാനാണ് ഇഷ്ടം. കൂട്ടിനുള്ളിൽ അകപ്പെട്ടുകൊണ്ട് സ്വർണത്തിൻ്റെ പാത്രത്തിൽ മൈദ, അതായത് സ്വാദിഷ്ടമായ പലഹാരങ്ങൾ കഴിക്കുന്നതിനേക്കാളും നല്ലത് ആ നിബോരി കഴിക്കുന്നതാണ്. അതായത് ആ വേപ്പിൻ്റെ കായ, കൈപ്പേറിയ ആ ഫ്രൂട്ട് ഭക്ഷിക്കുന്നതാണ്. ഞങ്ങളെ ഇങ്ങനെ കൂട്ടിൽ ബന്ധിക്കരുതേ എന്നാണ് പക്ഷികൾ പറയുന്നത്. ഭാവാർത്ഥം നമുക്ക് ഇങ്ങനെ എഴുതാം. पक्षियाँ कहती है हमें नदियों और झरनों का बहता जल पीना पसंद है. पिंजरे के अंदर हमारी भूख प्यास नहीं मिटेगी. हमें आज़ाद रहकर कड़वे नीम का फल खाना गुलामी में रहकर सोने की कटोरी में मैदा खाने से ज़्यादा पसंद है. ഗുലാമി എന്ന് പറഞ്ഞാൽ അടിമത്വം, ബെഹത്ത എന്ന് പറഞ്ഞാൽ ഒഴുകുന്ന, ബലി ഹെ എന്ന് പറഞ്ഞാൽ അച്ചി ഹെ നല്ലതാണ്, കട്ടുക് എന്ന് പറഞ്ഞാൽ കൈപ്പേറിയ കടുവി, നിബോരി എന്ന് പറഞ്ഞാൽ നീം കാ ഫൽ വേപ്പിൻ്റെ ഫ്രൂട്ട്, കനക് കട്ടോരി എന്ന് പറഞ്ഞാൽ സോനേക്ക ബർത്തൻ അതായത് സ്വർണത്തിൻ്റെ പാത്രം. स्वर्ण श्रृंखला के बंधन में अपनी गति उड़ान सब भूले बस सपनों में देख रहे हैं तरु की फुनगी पर के झूले. स्वर्ण श्रृंखला के बंधन में अपनी गति उड़ान सब भूले. हम अपनी गति उड़ान सब भूल गए हैं. ഈ സ്വർണ്ണ ശൃംഖലാക്കെ ബന്ധന്മേ, അതായത് പക്ഷികൾ പറയുകയാണ് ഞങ്ങൾ ഈ സ്വർണ്ണ ചങ്ങലയ്ക്കുള്ളിൽ, സ്വർണ്ണ ശൃംഖല എന്ന് പറഞ്ഞാൽ സ്വർണത്തിൻ്റെ ചങ്ങല, അതിൻ്റെ ബന്ധനത്തിൽ അതിൽ ബന്ധിക്കപ്പെട്ടതുകൊണ്ട് അപ്പനി ഗതി ഞങ്ങളുടെ ചലനവും ഉഡാൻ പറക്കുന്ന രീതിയും സബ് ഭൂൽ ഗയേ ഹെ എല്ലാം മറന്നു പോയിരിക്കുകയാണ്. ഞങ്ങളെ ഈ സ്വർണത്തിൻ്റെ കൂട്ടിൽ അടച്ചു വച്ചിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ചലനവും ഞങ്ങളുടെ പറക്കുന്ന രീതിയും ഒക്കെ മറന്നു പോയിരിക്കുകയാണ്. ബസ് സ്വപ്നോമേ ദേഖ് രഹേ ഹെ ഞങ്ങൾ സ്വപ്നത്തിൽ കാണുക മാത്രമാണ് ചെയ്യുന്നത്. എന്താണ് സ്വപ്നത്തിൽ കാണുന്നത്? തരു കി ഫുനഗി പെർക്കെ ഝൂലെ. തരു എന്ന് പറഞ്ഞാൽ വൃക്ഷം, ഫുനഗി എന്ന് പറഞ്ഞാൽ പേടിക്ക് ഊപ്പരി ടഹനി, അതായത് മരത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള കോമളമായ ചില്ലകൾ, അതിൻ്റെ ബ്രാഞ്ചസ്. അപ്പം മരത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള കോമളമായ ആ ചില്ലകളിൽ ഇരുന്നു കൊണ്ട് ഊഞ്ഞാലാടുന്നത്, ജൂലെ എന്ന് പറഞ്ഞാൽ അതിൽ ഊഞ്ഞാലാടുന്നതാണ് ഞങ്ങൾ സ്വപ്നം കാണുന്നത്. പക്ഷികൾ പറയുകയാണ് സ്വർണ്ണ ചങ്ങലയ്ക്കുള്ളിൽ ബന്ധിക്കപ്പെട്ടതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ നടത്തവും പറക്കുന്ന രീതിയും എല്ലാം മറന്നു പോയിരിക്കുകയാണ്. വൃക്ഷത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള കോമളമായ ചില്ലകളിൽ ഇരുന്നു കൊണ്ട് ഊഞ്ഞാലാടുന്നത് ഞങ്ങളിപ്പോൾ സ്വപ്നം കാണുകയാണ് ചെയ്യുന്നത്. ബന്ധൻ എന്ന് പറഞ്ഞാൽ ബന്ധനം, അതായത് ബന്ധിച്ച് നിർത്തുക. സ്വർണ്ണ ശൃംഖല സ്വർണത്തിൻ്റെ ചങ്ങല അല്ലെങ്കിൽ സോനയ്ക്ക് ബേഡിയ. ഗതി എന്ന് പറഞ്ഞാൽ ചലനം. ഉഡാൻ അതായത് പറക്കുന്ന രീതി. ഭൂൽന മറക്കുക. തരു വൃക്ഷം. ഫുനുഗി പേടിക്ക് ഊപ്പരി ടഹനി അതായത് മരത്തിൻ്റെ ഏറ്റവും മുകളിലുള്ള ചില്ലകൾ. ഭാവാർത്ഥം എങ്ങനെ എഴുതാം? पक्षियाँ कहती है सोने की जंजीरों के बंधन में रहकर हम अपनी चाल और उड़ने का ढंग सब भूल जाएंगे. हम तो वृक्ष की ऊंची डालियों पर झूला झूलने का सपना देखते हैं.
ऐसे दे अरमान की उड़ते नीले नभ की सीमा पाने लाल किरण सी चोंज खोल ചുഗത്തെ താരക് അനാർ കെ ദാനെ. അർമാൻ എന്ന് പറഞ്ഞാൽ ആഗ്രഹം, നബ് ആകാശം, സീമ അറ്റം അല്ലെങ്കിൽ ബോർഡർ അതിർത്തി, ലാൽ കിരൺ ചുവന്ന രശ്മികൾ, ചോഞ്ച് കൊക്ക്, ചുഗ്ന എന്ന് പറഞ്ഞാൽ കൊത്തിയെടുക്കുക, കൊത്തിയെടുത്ത് കഴിക്കുക, താരക് താരെ നക്ഷത്രങ്ങൾ, അനാർക്കെ ദാന എന്ന് പറഞ്ഞാൽ പോമഗ്രാനറ്റിൻ്റെ സീഡ്സ്. പക്ഷികൾ എന്താണ് പറയുന്നത്? ഏസേത്തെ അർമാനിക്ക് ഉടുത്തെ നീലേ നബിക്ക് സീമാ പാനെ. ഞങ്ങളുടെ ആഗ്രഹം ഇതായിരുന്നു, നീലാകാശത്തിൻ്റെ അറ്റം വരെ പറന്ന് പോകണം. ആകാശത്തിൻ്റെ അറ്റം വരെ, അതിർത്തി, അതിൻ്റെ ബോർഡർ വരെ ഞങ്ങൾക്ക് പറന്ന് ഉയരണം. ലാൽ കിരൺ സി ചോഞ്ച് ഖോല് ചുഗത്തെ താരക് അനാർക്കെ ദാനെ. സൂര്യകിരണങ്ങൾ പോലുള്ള ചുവന്ന കൊക്ക് കൊണ്ട് അത് തുറന്നിട്ട്, ചുവന്ന കൊക്ക് തുറന്നിട്ട് നക്ഷത്രങ്ങളാകുന്ന അനാറിൻ്റെ സീഡിനെ കൊത്തിയെടുക്കണം. നക്ഷത്രങ്ങളാകുന്ന ഈ ഉറുമാമ്പഴത്തിൻ്റെ ചെറിയ മണികളെ ഞങ്ങൾക്ക് കൊത്തിയെടുക്കണം. ഉറുമാമ്പഴത്തിൻ്റെ മണികളെ കൊത്തിയെടുത്ത് കഴിക്കണം. ഇതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം എന്ന് പക്ഷികൾ പറയുകയാണ്. നക്ഷത്രങ്ങളെ അനാറിൻ്റെ സീഡ്സ് ആയിട്ടാണ് ഉപമിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഭാവാർത്ഥം എങ്ങനെ എഴുതാം? പക്ഷിयों की इच्छा खुले नीले आसमान में उड़ने की है. उड़ते हुए वे आसमान की सीमा को छूना चाहते हैं. वे अपनी चोंच से आसमान के तारों जैसे अनार के दानों को चुगना चाहते हैं. അപ്പോൾ നബ് എന്ന് പറഞ്ഞാൽ ആകാശം, സീമ അതിർത്തി അല്ലെങ്കിൽ ബോർഡർ, ചോഞ്ച് കൊക്ക്, ലാൽ കിരൺ ചുവന്ന രശ്മികൾ അല്ലെങ്കിൽ ചുവന്ന കിരണങ്ങൾ, ചുഗ്ന കൊത്തിയെടുക്കുക അല്ലെങ്കിൽ കൊത്തി തിന്നുക, ആർക്കേദാനെ പോമഗ്രാനറ്റ് സീഡ്സ്. അർമാൻ എന്ന് പറഞ്ഞാൽ ഇച്ഛ, ആഗ്രഹം, താരക് താരെ. होती सीमा हीन क्षितिज से इन पंखों की होड़ा होड़ी या तो क्षितिज मिलन बन जाता या तनती सांसों की डोरी. ക്ഷിതിജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചക്രവാളം എന്ന് പറയും. ആകാശവും ഭൂമിയും തമ്മിൽ തൊടുന്നതായി തോന്നുന്ന സ്ഥലം. അതൊരു കാൽപ്പനികമായ സ്ഥലമാണ്. നമ്മളിങ്ങനെ നോക്കുമ്പോൾ ദൂരേക്ക് ആകാശവും ഭൂമിയും തമ്മിൽ തൊടുന്നതായിട്ട് തോന്നും. പക്ഷേ മുന്നോട്ട് നടക്കുന്തോറും അതും ഇങ്ങനെ മുന്നോട്ട് തന്നെ നീങ്ങിക്കൊണ്ടേയിരിക്കും, അല്ലേ? അത് വെറും സാങ്കല്പികമായ സ്ഥലമാണ്. അതിനാണ് ക്ഷിതിജ് എന്ന് പറയുന്നത്. അപ്പോൾ പക്ഷികൾ എന്താ പറയുന്നത്? പക്ഷികളുടെ ചിറകും ഈ ക്ഷിതിജും തമ്മിൽ മത്സരം നടക്കുമെന്നാണ് പറയുന്നത്. ഹോത്തി സീമ ഹീൻ ക്ഷിതിജസ് ഇനി പങ്കോങ്കി ഹോഡാ ഹോഡി. ഈ ചിറകുകളും പക്ഷികളുടെ ചിറകുകളും അതേപോലെ ഈ ക്ഷിതിജും തമ്മിൽ മത്സരം നടക്കുമെന്ന്. അതായത് പക്ഷികൾ പറന്നുകൊണ്ടേയിരിക്കും അവിടെ എത്താൻ വേണ്ടിയിട്ട്, ആ ചക്രവാളത്തിൽ എത്താൻ വേണ്ടിയിട്ട് പക്ഷികൾ പറന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ആ സ്ഥലവും അങ്ങ് അകന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അവർ തമ്മിൽ കോമ്പറ്റീഷൻ നടക്കുമെന്നാണ് പറയുന്നത്. ആകാശത്തിലൂടെ പറക്കുമ്പോൾ ഭൂമിയും ആകാശവും തമ്മിൽ തൊടുന്നതായി തോന്നുന്ന സ്ഥലത്തെത്താൻ മത്സരമാണ്. പക്ഷേ അങ്ങനെ ഒരു സ്ഥലമില്ല. പക്ഷികൾ ആകാശത്തിൻ്റെ ആ ബോർഡറിനെ തൊടാൻ ആഗ്രഹിക്കുന്നു. യാ തോ ക്ഷിതിജ് മിലൻ ബൻ ജാത്ത യാ തനിത്തി സാസോങ്കി ഡോരി. അപ്പോൾ പക്ഷികൾ എന്താ പറയുന്നത്? ഒന്നുകിൽ ഞങ്ങൾ അവിടെ എത്തിച്ചേരും, ഈ ആകാശവും ഭൂമിയും തൊടുന്ന ആ സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേരും, മത്സരം നടന്നിട്ട് ഞങ്ങൾ അവിടെ എത്തിച്ചേരും. അല്ലെങ്കിൽ അവിടെ എത്താനായി പറന്ന് ഞങ്ങൾ ശ്വാസം മുട്ടി മരിച്ചു പോകും. യാ തനിത്തി സാസോങ്കി ഡോരി. അവിടെ എത്താൻ വേണ്ടിയിട്ട് പറന്ന് ഞങ്ങൾ ശ്വാസം മുട്ടി മരിച്ചു പോകുമെന്നാണ്, ചത്തുപോകുമെന്നാണ് പറയുന്നത്. സീമാഹീൻ എന്ന് പറഞ്ഞാൽ ജിസ്കി കോയി സീമ അനാഹോ, അതായത് അതിർത്തിയില്ലാത്ത. ക്ഷിതിജ് എന്ന് പറയുന്നത് വ സ്ഥാൻ ജഹാ ധർത്തി ആകാശ് മിൽത്തെ ദിക്കായി ദേത്തെ, ആകാശവും ഭൂമിയും ഒന്നിക്കുന്നതായി തോന്നുന്ന സ്ഥലം. ഹോഡാ ഹോഡി എന്ന് പറഞ്ഞാൽ മത്സരം, കോമ്പറ്റീഷൻ. തൻതി സാസോങ്കി ഡോരി എന്ന് പറഞ്ഞാൽ സാസേ തനന എന്ന് പറഞ്ഞാൽ സാസ് ഫൂൾ കറക്കെ പ്രാൺ ത്യാഗ് ദേന, ശ്വാസം മുട്ടിയിട്ട് മരിച്ചു പോവുക. നമുക്ക് ഭാവാർത്ഥം എങ്ങനെ എഴുതാം? आसमान में उड़ते हुए पक्षियों में एक होड़ सी लग जाती है. वे आसमान की उस सीमा को छू लेना चाहते हैं जिसका कोई अंत नहीं है. वे यही इच्छा लेकर आसमान में उड़ते हैं कि या तो वे मंजिल को प्राप्त ही कर लेंगे या फिर मंजिल पाने की चाह में उनकी सांसें ही उखड़ जाएगी.
അർത്ഥാത് വേ മർ ജായകി. ഉക്കട് ജായകി എന്ന് പറഞ്ഞാൽ സാസെ ഉക്കടിന എന്ന് പറഞ്ഞാൽ ശ്വാസം മുട്ടുക. നീഡ് ന ദോ ചാഹെ ടഹനി കാ ആശ്രയ് ചിഹ്ന ഭിന്ന കർ ഡാലോ ലേക്കിൻ പങ്ക് ദിയേ ഹെ തോ ആകുൽ ഉഡാൻ മേ വിഘ്ന ന ഡാലോ. നീഡ് എന്ന് പറഞ്ഞാൽ ഗോസ്ല, അതായത് കിളിക്കൂട്. ടെഹനി എന്ന് പറഞ്ഞാൽ ചില്ല അല്ലെങ്കിൽ കൊമ്പ്. ആശ്രയ് ശരൺ, അഭയം. ആകുൽ എന്ന് പറഞ്ഞാൽ ബേജേൻ, അതായത് വിശ്രമമില്ലാതെ. വിഘ്ന ബാധ, തടസ്സം. ഉഡാൻ എന്ന് പറഞ്ഞാൽ പറക്കുക. അപ്പോൾ പക്ഷികൾ എന്താണ് പറയുന്നത്? നീഡ് നദോ, ഞങ്ങൾക്ക് മരത്തിന് മുകളിൽ കിളിക്കൂടൊന്നും നൽകണ്ട, കിളിക്കൂടൊന്നും ഉണ്ടാക്കി തരണ്ട, ഞങ്ങളുടെ അഭയം ഇല്ലാതാക്കിക്കോളൂ. ചാഹെ ടെഹനീക്ക ആശ്രയ് ചിന്ന ഭിന്ന കർഡാലോ, അതായത് ടെഹനീക്ക ആശ്രയ് എന്ന് പറഞ്ഞാൽ കൊമ്പിൻ്റെ ആ അഭയം, കൊമ്പിന് മുകളിൽ ഞങ്ങൾക്ക് കൂടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ നശിപ്പിച്ചോളൂ, ഇല്ലാതാക്കിക്കോളൂ. പക്ഷേ ദൈവം ഞങ്ങൾക്ക് ചിറക് തന്നിട്ടുണ്ട്. ലേക്കിൻ പങ്ക് ദിയേ ഹെ, ഭഗവാനെ ഹമേ പങ്ക് ദിയേ ഹെ, ദൈവം ഞങ്ങൾക്ക് ചിറക് നൽകിയിട്ടുണ്ട്. തോ ആകുൽ ഉഡാൻമേ വിഘ്ന ഡാലോ, ഞങ്ങളുടെ വിശ്രമമില്ലാതെ ഞങ്ങൾ ഈ പറക്കുന്നതിന് നിങ്ങളൊരു തടസ്സമാകരുത്, വിഘ്നമാകരുത്. അതായത് ഞങ്ങളെ ഈ അന്തമില്ലാത്ത ബന്ധനമില്ലാത്ത ആകാശത്തിലൂടെ പറക്കാൻ അനുവദിക്കണം എന്ന് മനുഷ്യരോട് പക്ഷികൾ പറയുകയാണ്. ശിവമംഗൽ സിംഗ് സുമൻ. അപ്പം നമുക്ക് ഭാവാർത്ഥം എങ്ങനെ എഴുതാം? പക്ഷി कहते हैं कि चाहे हमें पेड़ों पर घोंसले बनाकर मत दो, चाहे हमारे घोंसलों को नष्ट कर डालो, लेकिन भगवान ने हमें पंख दिए हैं तो आप लोग हमारी इस चंचलता भरी उड़ान में बाधा मत डालो. अर्थात हमें खुले आकाश में स्वतंत्र रूप से उड़ने दो.